അങ്ങനെ ഒരാളെയാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇയാളാകുമെന്ന് ഒരിക്കലും കരുതി കാണില്ല. കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയ രാഷ്ട്രീയ നീക്കങ്ങളുടെ ലക്ഷ്യവും അതായിരുന്നു. നിലവിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു സംഖ്യയല്ലേ, ഇനിയിപ്പോൾ വരാൻ പോകുന്നത് മറ്റൊരു സംഖ്യയായിരിക്കും, കട്ടസംഖ്യയായിരിക്കും. അങ്ങനെ ഗവർണറെ കണ്ടാൽ മുട്ടുവിറക്കുന്ന മുഖ്യമന്ത്രിയല്ല കേരളത്തിൽ ഉള്ളത്. വരാനിരിക്കുന്ന ആ കൊടുങ്കാറ്റിനെ കുറിച്ച് പേടിച്ചിരിക്കുകയാണ്. ആര് വന്നാലും ഇത് കേരളമാണ്. കേരളത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കേരളം അങ്ങനെ പേടിക്കുന്നവരുടെ കൂട്ടത്തിലല്ല. നമസ്കാരം. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ സ്ഥാനം രാജിവെക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് ചില മാധ്യമങ്ങൾ, യു പിയിലെ ചില മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഗവർണർ സ്ഥാനം രാജിവെച്ച് യു പിയിൽ നിന്നും പാർലമെന്റിലേക്ക് മത്സരിക്കാനാണ് നീക്കമെന്നാണ് ലഭ്യമാകുന്ന വിവരം. പകരം കേരളത്തിലേക്ക് ഗവർണറായി വരാൻ സാധ്യതയുള്ള ചില പേരുകൾ ഇപ്പോൾ ചർച്ചയാകുകയാണ്, പുറത്തു വന്നിരിക്കുകയാണ്. പ്രധാനമായും മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ, അല്ലെങ്കിൽ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള, അടുത്തിടെ കാലാവധി അവസാനിക്കാനിരിക്കുന്ന കേന്ദ്രമന്ത്രി കൂടിയായ V മുരളീധരൻ, പുതുതായി BJP-യിലേക്ക് ചേർന്ന PC ജോർജ് എന്നിങ്ങനെയുള്ള പേരുകളാണ് കേൾക്കുന്നത്. ഇവരല്ലെങ്കിൽ ഉത്തരേന്ത്യയിലുള്ള സംഘപരിവാർ ആശയധാരയിൽ പ്രഗത്ഭനായ ഒരാളെ കൊണ്ടുവരാനാണ് നീക്കം. അടുത്ത ഒക്ടോബറോടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലാവധി അവസാനിക്കും. ഇതോടെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ UP രാഷ്ട്രീയത്തിലേക്ക് തിരികെ പോകാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചത്. NDA-യിലെ ഘടകകക്ഷി നേതാവ് എന്ന നിലയിലാണ് ആരിഫ് മുഹമ്മദ് ഖാനെ കേന്ദ്ര സർക്കാർ കേരളത്തിലെ ഗവർണറായി പരിഗണിച്ചത്. കേരള ഗവർണറായി ചുമതലയേറ്റ ശേഷം അദ്ദേഹം എടുത്ത നിലപാടുകൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ചകൾക്ക് ഇടയാക്കി. BJP-യുടെ ചട്ടുകമാണ് ഗവർണർ എന്ന ആരോപണം LDF-ഉം UDF-ഉം ഒരുപോലെ ഉന്നയിച്ചു. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രനെതിരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്ന അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യയുടെ നിയമനത്തിലും അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. സംസ്ഥാനത്തെ സർവകലാശാലകളിലെ എല്ലാ ബന്ധു നിയമങ്ങളെ പറ്റിയും അന്വേഷിക്കുമെന്നും VC നിയമനവുമായി ബന്ധപ്പെട്ട് പുതിയ നിയമം കൊണ്ടുവരുന്നത് ബന്ധു നിയമനം എളുപ്പമാക്കാനാണെന്നുമായിരുന്നു ഖാന്റെ ആരോപണം. ചാൻസലർ എന്ന നിലയിലുള്ള അധികാരം കവരാനുള്ള സർക്കാർ നീക്കത്തിനെതിരെയുള്ള പ്രതിഷേധവും തുടർന്ന് വന്ന കണ്ണൂർ സർവകലാശാല VC നിയമനം റദ്ദ് ചെയ്തതുവരെയുള്ള രാഷ്ട്രീയ സംഭവങ്ങളും ഗവർണർ സർക്കാർ പോര് കൂടുതൽ രൂക്ഷമാക്കി. മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പരസ്പരം കണ്ടാൽ മിണ്ടാത്ത രൂപത്തിലേക്കുള്ള ശത്രുതയിലേക്കാണ് എത്തി നിൽക്കുന്നത്. നിയമസഭയിൽ നയപ്രഖ്യാപനം പേരിന് മാത്രമാക്കി ചുരുക്കിയതും സർക്കാരിനെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. സർക്കാർ അയച്ച 11 ഓർഡിനൻസുകളിലും ഒപ്പിടാതെ ഉടക്കി നിന്ന ആരിഫ് മുഹമ്മദ് ഖാനെ അനുനയിപ്പിച്ചാണ് സർക്കാർ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ബില്ലുകൾ ഒപ്പിടാതെ രാഷ്ട്രപതിക്ക് സമർപ്പിച്ചതും കേരള സർവകലാശാല VC നിയമനവുമായി ബന്ധപ്പെട്ടുള്ള സെർച്ച് പാനലിന്റെ നിയമനത്തിലൂടെ വീണ്ടും ഗവർണർ സർക്കാരുമായി അകലാനിടയായി. ഇതിനിടെയാണ് VC നിയമനത്തിൽ ഗവർണറുടെ അധികാരം കവരാനുള്ള നിയമ ഭേദഗതി കൊണ്ടുവരാൻ സർക്കാർ നടപടി സ്വീകരിച്ചത്. ഇതോടെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ വീണ്ടും സർക്കാരുമായി ഒരു ഏറ്റുമുട്ടലിന് തുനിഞ്ഞ് ഇറങ്ങിയത്. സർക്കാരുമായി നിരന്തരമായി പോരാട്ടം നടത്തുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ നിരന്തരമായി കരിങ്കൊടി പ്രതിഷേധം സംഘടിപ്പിക്കുന്നതും കേരള പോലീസിനെ സുരക്ഷാ ചുമതലയിൽ നിന്ന് മാറ്റിയതും ദേശീയ തലത്തിൽ ആരിഫ് മുഹമ്മദ് ഖാന് അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും ഗവർണർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവരുടെ പേരുകളിൽ തന്നെ അറിയാം കൃത്യമായി തന്നെ BJP അവിടെ രാഷ്ട്രീയം കൊണ്ടുവരും എന്നുള്ളത്. കേന്ദ്രമന്ത്രി V മുരളീധരൻ ഇപ്പോൾ തന്നെ കേരളത്തിനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിനേക്കാൾ കൂടുതൽ ആരോപണങ്ങൾ പിണറായി സർക്കാരിനെതിരെ കൊണ്ടുവരുന്നതും V മുരളീധരനാണ്. VD സതീശനെയും K സുധാകരനെയും ഒക്കെ വെട്ടിക്കൊണ്ടാണ് V മുരളീധരൻ ആരോപണങ്ങൾ ഉന്നയിക്കുകയും മാധ്യമങ്ങളെ കാണുകയും ഒക്കെ ചെയ്യുന്നത്. കുമ്മനം രാജശേഖരൻ സംഘപരിവാർ പ്രവർത്തനങ്ങളിലൂടെ ഒക്കെ വന്ന ഒരു ഹിന്ദുത്വ നേതാവ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ചിലപ്പോൾ കൊണ്ടുവരാനുള്ള സാധ്യതകളുണ്ട് എന്നും പറഞ്ഞു കേൾക്കുന്നു. മിസോറാം ഗവർണറായ ശ്രീധരൻപിള്ള, PS ശ്രീധരൻപിള്ള നേരത്തെ മിസോറാമിൽ ഗവർണറായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഗോവയിലാണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹത്തിനും സ്വന്തം നാട്ടിലേക്കൊരു ഗവർണർ സ്ഥാനത്തിന് അർഹതയുണ്ട് എന്ന് പറയാം. വേണമെങ്കിൽ ബംഗാൾ ഗവർണറായ ആനന്ദ് ബോസിനും ചിലപ്പോൾ സാധ്യതകളുണ്ടെന്നും പറയാം. പക്ഷേ ഇവരൊക്കെ വെട്ടിക്കൊണ്ട്
പുതുതായി വരാൻ പോകുന്ന ആ ഗവർണറെ പിണറായി വിജയൻ പേടിക്കുക തന്നെ വേണ്ടിവരും. കാരണം അങ്ങനെ ഒരാളെയാണ് ഗവർണറായി കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. PC ജോർജൊക്കെ ആണെങ്കിൽ തീർന്നു കേട്ടോ. ഗവർണറായി PC ജോർജിനെ പോലെയുള്ള ഒരാളൊക്കെ കേരളത്തിൽ വരികയാണെങ്കിൽ പിണറായി വിജയനല്ല, VD സതീശനല്ല, K സുധാകരന് പോലും വാർത്തകളിൽ ഇടം നേടാനാകില്ല എന്നാണ് പറയുന്നത്. അത്തരത്തിൽ ആരാണ് ഗവർണറായി വരിക എന്ന ചോദ്യം ഇപ്പോൾ നിലനിൽക്കുന്നു. കാരണം ആരിഫ് മുഹമ്മദ് ഖാൻ പോയാൽ അതേപോലെ ഇടിച്ചു നിൽക്കാൻ, സംസ്ഥാന സർക്കാരിനോട് ഇടിച്ചു നിൽക്കാൻ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ മറ്റൊരാൾ ആരായിരിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ പേരുകളിൽ സ്വാഭാവികമായും PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം സാധ്യതകൾ കൂടുതലാണ്, V മുരളീധരനെ സംബന്ധിച്ചിടത്തോളം സാധ്യതകൾ കൂടുതലാണ്. ഇതല്ലെങ്കിൽ സാധാരണ രീതിയിൽ മലയാളികളെ കേരളത്തിലേക്ക് ഗവർണർ ആക്കാറില്ല, അല്ലെങ്കിൽ സ്വന്തം സംസ്ഥാനത്ത് ഗവർണർമാരാക്കാറില്ല എന്ന മുൻ ധാരണകൾ, അല്ലെങ്കിൽ മുൻപത്തെ കാലത്ത് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം കൽപ്പിച്ചു വരുന്ന ചില വഴക്കങ്ങൾ, കീഴ്വഴക്കങ്ങൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ മലയാളികളെ വെക്കാതിരിക്കാം. അങ്ങനെയാണെങ്കിൽ പോലും സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള സംഘപരിവാറിൽ പ്രവർത്തനം നടത്തി വന്ന സംഘപരിവാർ ആശയങ്ങളെ കൊണ്ടുവരാൻ നിലനിർത്താൻ സാധിക്കുന്ന അത്തരം ആരെങ്കിലും ആയിരിക്കാം എന്ന വാർത്തകളും ഇതോടൊപ്പം തന്നെ പുറത്തു വരുന്നുണ്ട്. PC ജോർജ് അദ്ദേഹമാണെങ്കിൽ പിന്നെ പറയേണ്ടി വരില്ല, വാർത്തകൾക്ക് വലിയ നഷ്ടമൊന്നും നമുക്കുണ്ടാവില്ല, അല്ലെങ്കിൽ ദാരിദ്ര്യം നമുക്ക് ഉണ്ടാകില്ല. കേന്ദ്രമന്ത്രിയായിരിക്കുന്ന V മുരളീധരനൊക്കെ ഗവർണറായാൽ എങ്ങനെ ഇരിക്കും? അത്തരത്തിൽ ചില ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗവർണർ അത് സംസ്ഥാന സർക്കാരിൻ്റെയോ മുഖ്യമന്ത്രിയുടെയോ ചട്ടുകമായി പ്രവർത്തിക്കേണ്ടതല്ല, കൃത്യമായ പ്രതിപക്ഷം എന്ന രീതിയിൽ തന്നെ പ്രവർത്തിക്കണം എന്ന ഉപദേശമൊക്കെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനൊക്കെ നൽകിയിരിക്കുന്നത്. നേരത്തെ K മുരളീധരൻ പറഞ്ഞ പോലെ ഒരു സംഘി പോയ മറ്റൊരു സംഘി, അതായത് ഗവർണർ സ്ഥാനത്ത് നിലവിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംഘിയല്ലേ, ഇനിയിപ്പോൾ വരാൻ പോകുന്നത് മറ്റൊരു സംഘിയായിരിക്കും, കട്ടസംഘിയായിരിക്കും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഒരാളെയാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇയാളാകുമെന്ന് ഒരിക്കലും കരുതി കാണില്ല. പ്രത്യേകിച്ച് PC ജോർജിനെ പോലെ ഒരാളായിരിക്കും വരിക എന്നുള്ളത് ആരും കരുതി കാണില്ല. പക്ഷേ അത് സാധ്യത വളരെയധികം കുറവാണെങ്കിൽ പോലും അത്തരം പേരുകളും ഉയർന്നു കേൾക്കുന്നു. ആരിഫ് മുഹമ്മദ് ഖാനിലേക്ക് പോവുകയാണെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഒരു ചരിത്രം ഇങ്ങനെയായിരുന്നു. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ച ആളായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. പ്രധാനമന്ത്രിയും കോൺഗ്രസ് അധ്യക്ഷനുമായിരുന്ന രാജീവ് ഗാന്ധിയുമായി ഉടലെടുത്ത അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് പിന്നീട് കോൺഗ്രസിനോട് വിട പറയുകയായിരുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ അംഗമായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. വിവിധ പാർലമെന്റ് അംഗവും കേന്ദ്രമന്ത്രിയുമൊക്കെ ആയിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. UP-യിൽ നിന്നും NDA ടിക്കറ്റിൽ ആരിഫ് മുഹമ്മദ് ഖാനെ മത്സരിപ്പിച്ച് പാർലമെന്റിൽ എത്തിക്കുന്നതിലൂടെ ന്യൂനപക്ഷത്തിന്റെ കണ്ണിൽ പൊടിയിടാനും BJPക്ക് കഴിയും. UP-യിൽ ഒരു സീറ്റും തരപ്പെടുത്തി വീണ്ടും പാർലമെന്റിൽ എത്തി കേന്ദ്രമന്ത്രിയാവുക എന്നതാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ രാഷ്ട്രീയ നീക്കം. കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയ രാഷ്ട്രീയ നീക്കങ്ങളുടെ ലക്ഷ്യവും അതായിരുന്നു. ഉത്തർപ്രദേശ് സ്വദേശിയായ ആരിഫ് മുഹമ്മദ് ഖാൻ ജാമിയ മിലിയയിലും അലിഗഡ് സർവകലാശാലയിലും ലക്നൗ സർവകലാശാലയിലും ഒക്കെയാണ് പഠനം പൂർത്തിയാക്കിയത്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയനിലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് എത്തിയ ഖാൻ UP മുൻ മുഖ്യമന്ത്രി ചരൺ സിംഗിന്റെ ഭാരതീയ ക്രാന്തി ദളിലൂടെയായിരുന്നു രാഷ്ട്രീയത്തിൽ സജീവമായത്. 26-ാമത്തെ വയസ്സിൽ അദ്ദേഹം UP നിയമസഭയിലെത്തി. എന്നാൽ 1980-ൽ ഭാരതീയ ക്രാന്തി ദളിനോട് വിട പറയുകയും കോൺഗ്രസിൽ ചേക്കേറുകയുമായിരുന്നു. 1984-ൽ കാൺപൂരിൽ നിന്നും ലോക്സഭയിലെത്തി. പാർലമെന്റിൽ ഏറെക്കാലം കോൺഗ്രസിന്റെ ശബ്ദമായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. ഷാബാനു ബീഗം കേസിലെ കോൺഗ്രസ് നിലപാടിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസിനോട് വിട പറഞ്ഞത്. 1986-ൽ ഷാബാനു കേസിലെ സുപ്രീം കോടതി വിധി പ്രകാരം വിവാഹമോചിതരാകുന്ന മുസ്ലിം യുവതികൾക്ക് ജീവനാംശത്തിനുള്ള അവകാശം ലഭിച്ചു. വിധിക്കെതിരെ പ്രതിഷേധവുമായി രാജ്യത്തെ മുസ്ലിം സംഘടനകൾ ഒന്നടങ്കം അണിനിരന്നു. ലോക്സഭയിൽ തികഞ്ഞ ഭൂരിപക്ഷം ഉണ്ടായിട്ടും രാജ്യത്തെ ന്യൂനപക്ഷത്തെ ചേർത്ത് നിർത്തുന്നതിനായി പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി കോടതി വിധിയെ അട്ടിമറിച്ചുകൊണ്ട് മുസ്ലിം പേഴ്സണൽ ലോ ബിൽ കൊണ്ടുവന്നു. എന്നാൽ ഇതിനെതിരെ കോൺഗ്രസിലെ മുസ്ലിം അംഗങ്ങളിൽ ഒരാൾ പോലും എതിരഭിപ്രായം പ്രകടിപ്പിച്ചില്ല. എന്നാൽ ഇസ്ലാമിനുള്ളിലെ മൗലികവാദ പ്രവണതകൾക്കെതിരെ എക്കാലവും
ശബ്ദമുയർത്തിയിട്ടുള്ള ഖാൻ തന്റെ പുരോഗമനപരമായ നിലപാട് ഉയർത്തിപ്പിടിച്ചത് കൊണ്ടാണ് പാർട്ടിയിൽ നിന്നും രാജിവെച്ചത്. കോൺഗ്രസിൽ നിന്നും രാജിവെച്ച ആരിഫ് മുഹമ്മദ് ഖാൻ VP സിംഗിന്റെ നേതൃത്വത്തിലുള്ള ജനതാദളിലെത്തി. തുടർന്ന് ദൾ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് 1989 വീണ്ടും ലോക്സഭയിലെത്തി. 1989 ജനതാദൾ സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യോമയാന ഊർജ്ജ വകുപ്പുകളുടെ ചുമതലയുള്ള കേന്ദ്രമന്ത്രിയായി. എന്നാൽ ജനതാദളിലും അദ്ദേഹം ഉറച്ചു നിന്നില്ല. 1998 ജനതാദൾ വിട്ട് BSPയിലെത്തി. ബറേച്ചിൽ നിന്ന് മത്സരിച്ച് വീണ്ടും ലോക്സഭയിലെത്തി. ഭാരതീയ ക്രാന്തിദൾ, കോൺഗ്രസ്, ജനതാദൾ, ബഹുജൻ സമാജ്വാദ് പാർട്ടിക്ക് ശേഷം അദ്ദേഹം BJPയിലാണ് അഭയം പ്രാപിച്ചത്. 2004 ആരിഫ് മുഹമ്മദ് ഖാൻ BSPയിൽ നിന്നും BJPയിലേക്ക് എത്തിയത്. എന്നാൽ ഇത്തവണ കൈസർഗഞ്ചിൽ നിന്നും BJP ടിക്കറ്റിൽ ഖാൻ മത്സരിച്ചുവെങ്കിലും ഖാൻ തോൽവി അറിഞ്ഞു. തുടർന്ന് 2007 BJPയിൽ നിന്നും രാജിവെച്ച ഖാൻ സജീവ രാഷ്ട്രീയം വിട്ടു. തുടർന്ന് സൂഫിസവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്കായി മുഴുവൻ സമയവും ചെലവിട്ട ഖാൻ ഭാര്യ രേഷ്മയ്ക്കൊപ്പം സമർപ്പൺ എന്ന സന്നദ്ധ സംഘടനയിലും സജീവമായിരുന്നു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം BJP നേതൃത്വവുമായി ആരിഫ് മുഹമ്മദ് ഖാൻ വീണ്ടും അടുത്തു. മുത്തലാഖ് വിരുദ്ധ നിയമം അടക്കമുള്ള നയങ്ങൾക്ക് പിന്തുണ നൽകി പോന്നിട്ടുള്ള നേതാവാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. മുത്തലാഖ് നൽകി ജീവിത പങ്കാളികളെ ഉപേക്ഷിക്കുന്നവരെ ജയിലിൽ അടക്കണമെന്നായിരുന്നു ഖാന്റെ നിലപാട്. നജ്മ ഹെപ്തുള്ളയ്ക്ക് ശേഷം BJP നിയമിക്കുന്ന രണ്ടാമത്തെ മുസ്ലിം ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. കർണാടക സർവകലാശാലകളിലെ ഹിജാബ് വിവാദത്തിലും ആരിഫ് മുഹമ്മദ് ഖാന്റെ നിലപാട് ഏറെ ചർച്ചയായി. ഹിജാബ് വിവാദത്തിന് പിന്നിൽ മുസ്ലിം പെൺകുട്ടികളെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഗൂഢാലോചന ആണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇസ്ലാം മത വിശ്വാസപ്രകാരം ഹിജാബ് നിർബന്ധമല്ലെന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നിയമങ്ങൾ പാലിക്കപ്പെടണമെന്നുമാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ സ്ത്രീകൾ ഹിജാബിന് എതിരായിരുന്നുവെന്നും പ്രവാചകന്റെ കാലത്തെ സ്ത്രീകൾ ഹിജാബ് അനാവശ്യമാണെന്ന് വിശ്വസിച്ചിരുന്നുവെന്നും ഖാൻ ആരോപിച്ചു. BJP നേതാവ് നുപുൻ ശർമ്മ പ്രവാചകനെതിരെ നടത്തിയ പരാമർശത്തിൽ ഇന്ത്യ മാപ്പ് പറയേണ്ടതില്ലെന്ന ആരിഫ് മുഹമ്മദ് ഖാന്റെ വിവാദ പ്രസ്താവനയും ഇന്ത്യയിൽ ആകമാനം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. എന്തായാലും ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ നിന്നും പോകുമ്പോൾ വരാനിരിക്കുന്ന ആ കൊടുങ്കാറ്റിനെ കുറിച്ച് പേടിച്ചിരിക്കുകയാണ് പലരും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ അല്ല, ആരായാലും ഇനിയിപ്പോ ആര് വന്നാലും ഇത് കേരളമാണ്. കേരളത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കേരളം അങ്ങനെ പേടിക്കുന്നവരുടെ കൂട്ടത്തിലല്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞല്ലോ, അയ്യോ ഗവർണറെ അങ്ങ് കണ്ടാൽ എനിക്കങ്ങ് മുട്ട് വിറക്കുവോ എന്നൊക്കെ അദ്ദേഹം നിയമസഭയിൽ ചോദിച്ചു. അങ്ങനെ ഗവർണറെ കണ്ടാൽ മുട്ട് വിറക്കുന്ന മുഖ്യമന്ത്രിയല്ല കേരളത്തിൽ ഉള്ളത്. അതുകൊണ്ട് കെ മുരളീധരന്റെ വാക്ക് കടമെടുക്കുകയാണെങ്കിൽ ഒരു സംഖ്യ പോയാൽ മറ്റൊരു സംഖ്യ, ഇവിടെ ഒന്നും ഏൽക്കില്ല. ഇത് കേരളമാണ്.